ഹലോ ഗാസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്ന് നമ്മൾക്ക് ചെമ്മീൻ അച്ചാറിട്ടാലോ? അപ്പോൾ കുറച്ച് ചെമ്മീനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അച്ചാറിടാനാണ് ഉദ്ദേശിക്കുന്നത്. ഉള്ളത് കൊണ്ട് ഓണം പോലെ അത്രയേ ഉള്ളൂ. അപ്പോൾ കുക്കിംഗ് നമുക്ക് തുടങ്ങിയാലോ? ചെമ്മീൻ അപ്പോൾ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. 2 മണിക്കൂറിന് ശേഷം നമുക്കിത് വറക്കാനായി തുടങ്ങാം. വറക്കാനായി ആദ്യം നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീനെ ഒന്ന് തിരിച്ചും മറിച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചെമ്മീൻ ഇടാൻ ആവശ്യമായ സാധനങ്ങൾ: വെളുത്തുള്ളി, ഇഞ്ചി, വറ്റൽമുളക്, കായപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, വിനാഗിരി, ഒരു 2-3 ഉലുവ. ശേഷം ചട്ടി വെച്ച് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്തതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, വറ്റൽമുളക് എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. അതൊന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. മൂത്ത് വന്നതിന് ശേഷം നമുക്കൊന്ന് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. മുളക് പൊടി ചേർത്തതിന് ശേഷം സ്വല്പം കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ശേഷം കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന്. അതിലേക്ക് വറുത്ത് കോരിയ ചെമ്മീൻ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. തീ കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ശേഷം വൃത്തിയായ ഒരു പളുങ്കിലേക്ക് നമുക്ക് ചെമ്മീൻ അച്ചാർ മാറ്റാവുന്നതാണ്. ചൂടാറിയതിന് ശേഷം മാത്രം അച്ചാറിൽ ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ലേശം മാത്രം. ചെമ്മീൻ വറക്കുമ്പോൾ അതിൽ ഉപ്പ് ചേർക്കുന്നത് കൊണ്ട് നമുക്ക് പിന്നെ ഉപ്പ് വേണമെങ്കിൽ ചേർത്താൽ മതി. ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർത്താൽ മതി. എനിക്കിപ്പോൾ പോരാമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ബൈ.